CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട SFIO കണ്ടെത്തലിൽ മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും വിമർശനം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം. ഷിവീദ് റാവുത്തർ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത്. ഈ SFIO റിപ്പോർട്ട് തീർച്ചയായിട്ടും ഈ വലിയ ഒരു കുരുക്ക് തന്നെയാകും ഈ പാർട്ടി സമ്മേളനം നടക്കുന്ന സമയത്ത്. പ്രത്യേകിച്ച് അവർ ചില രാഷ്ട്രീയ നേതാവുമായിട്ടൊക്കെ ഇതിന് ബന്ധമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ രാഷ്ട്രീയ നേതാവിൻ്റെ ചരടെങ്ങോട്ട് നീളുമെന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് വരുന്ന മണിക്കൂറിൽ. വിവരങ്ങൾ ഷവീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ മാസപ്പടി വിവാദം CPM-നെയും സർക്കാരിനെയും വിട്ടൊഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. SFIO റിപ്പോർട്ട് പുറത്തു വരുന്നു. ആ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ചില പ്രത്യക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്നത് സ്വാഭാവികമായും CPM-നെ സംബന്ധിച്ച് വലിയ തലവേദന ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. പ്രത്യേകിച്ച് പാർട്ടിക്കുള്ളിൽ അത് CPM-ന് വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനോടകം തന്നെ. പ്രത്യേകിച്ച് ഏരിയ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും നടക്കുന്ന ഒരു കാലത്ത് സംസ്ഥാന സമ്മേളനങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെതിരെ ഉയരുന്ന ഈ ആരോപണം അത് പാർട്ടിയുടെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കുമെന്നുള്ള കുറ്റപ്പെടുത്തൽ പാർട്ടിക്കകത്ത് വിമർശനത്തിന് വലിയ രീതിയിൽ വഴിവെക്കും. മാത്രവുമല്ല, എല്ലാ കാലത്തും മാസപ്പടി വിവാദം ഉയർന്നപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യത്തിലെ പ്രതിരോധം എക്സാലോജിക്കും CMRL-ഉം നടത്തിയ രണ്ട് കമ്പനികൾ നടത്തിയ കരാറിൽ പാർട്ടിക്കും സർക്കാരിനും എന്ത് കാര്യം എന്നുള്ളതായിരുന്നു. എന്നാൽ SFIO റിപ്പോർട്ടിൽ പ്രത്യക്ഷമായി തന്നെ പറയുന്നു ഒരു രാഷ്ട്രീയ നേതാവിന് ഇക്കാര്യത്തിൽ പങ്കുണ്ട് അല്ലെങ്കിൽ അത് പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സ്വാഭാവികമായും കൂടുതൽ അന്വേഷണം വേണമെന്നുള്ളത് പ്രതിപക്ഷം ആവർത്തിച്ചുന്നയിച്ചൊരു ആരോപണം കൂടിയായി മാറുന്ന സാഹചര്യത്തിൽ റിപ്പോർട്ടിലെ പുതിയ കണ്ടെത്തൽ ഉയർത്തി വലിയ തരത്തിലുള്ള വിമർശനം അത് സർക്കാരിനെതിരെ ഉയർത്താനാണ് നിലവിലിപ്പോൾ പ്രതിപക്ഷം ആലോചിക്കുന്ന കാര്യം. പാലക്കാട് അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ പ്രതിപക്ഷം ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണ്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് മൂർച്ചയുള്ളൊരു ആയുധം വീണ്ടും പ്രതിപക്ഷത്തിന്റെ പക്കൽ അത് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടുന്നത്. അത് അവർ ആയുധമാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ മാത്യു കുഴൽനാടൻ, പ്രത്യേകിച്ച് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള പ്രതികരണം അല്പസമയത്തിനുള്ളിൽ ഉറപ്പാക്കും. മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യത്തിൽ പറയുന്നത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഒരുപക്ഷെ ഭരണ തുടർച്ച അടക്കമുള്ള കാര്യങ്ങൾ അത് റദ്ദാക്കാൻ അവർക്ക് സഹായകരമാകുന്ന ഒരു ആയുധമായി മാസപ്പടി വിവാദം മാറും. കാരണം അത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും നേരിട്ട് പ്രത്യക്ഷമായി തന്നെ വാളോങ്ങാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതിന് പ്രതിപക്ഷം ഈ വിഷയത്തിൽ അവരുടെ നിലപാട് കടുപ്പിക്കും. ഓക്കെ, ഷവീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.